ടയറൊക്കെ ദിമ കയറ്റി വെച്ചാ പിന്നെ എങ്ങനെ ദൂരില്ല മോട്ടി എങ്ങനെ ഇറങ്ങണ്ടോ ഫസ്റ്റത്തെ ട്രിപ്പിന് ഇരിക്കണം കേട്ടോ. കഴിഞ്ഞു ഇറങ്ങിക്കേ അതിന് ഞാൻ എന്താ തമ്പുരാൻ ആൾക്കാർ മുഴുവൻ എന്നെ നോക്കി തീർക്കുന്നുണ്ട്. അടച്ചോനെ ആൾക്കാർ മുഴുവൻ എന്നെ മോത്തിക്കാളും ഒരുങ്ങണ്ടേ അടച്ചോനെ പുന്നാരെ പൊട്ടത്തി തിന്നില്ല കല്യാണത്തിനാ പോണേ വേറെ എന്തൊരു തലയിൽ എന്റെ കുട്ടിയുടെ ഡയപ്പറോ അതിന് കല്യാണത്തിന് പോകുമ്പോ തൊപ്പിയിട്ടുണ്ട് നോക്കണേ. സ്റ്റെപ്പ് പൊളിച്ചിട്ടോ വീഡിയോ എന്തോ ഇറങ്ങിക്കൂടെ ഈ ഒരു പലാലിനെ കൊണ്ട് നാട്ടിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റാന്ന്. തൊപ്പിടുന്നതല്ല അപ്പിടുന്നതാണ്. എത്രയാണെങ്കിൽ ആ തലമ കുടുങ്ങി പോയി പണിയൊക്കെ മര്യാദക്ക് നോക്കാൻ ഒരു ഒലക്കണെടുത്ത ഓനൊന്നും അടിച്ച് കൊല്ലുന്ന ദിവസമാണ്. അല്ല ഇമ്മച്ച നമ്മളെ പെരീത്തെ സെലിബ്രേറ്റ് അതൊക്കെ ഉറപ്പിച്ചാ മതി. ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം. എന്താ അവിടെ അത്ര പേര് ഒച്ചപ്പാട്? ഇതെന്താണ് ഫോണ് കൂടി ചെയ്ത് നാട്ടുകാർക്ക് മുഴുവൻ വായിച്ചു കൊടുത്തിട്ടുണ്ട്? അത് ഞാൻ എഡിറ്റ് ചെയ്താണ്. എങ്ങനെയുണ്ട്? തന്നെ നല്ല അഭിപ്രായം കേട്ടോ. എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തോണ്ടാ. ഓ ഇത് കേട്ടാ തോന്നുന്നു മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട. സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ? മാധവന് ഓർമ്മയില്ല? എന്താ ഇഞ്ചപ്പച്ചിനെ കൊന്നു. ഇമ്മേ തേങ്ങ മുണിഞ്ഞോ? ഇറങ്ങാൻ പറ്റാ ഇപ്പാലോട്ടി ഇവിടെ വന്നാണ്. എന്തായാലും കൈമന്ന് കിട്ടിയേ? അയിമന്ന് ലൈക്ക് കിട്ടി. മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അപ്പനെ കയറി കളിയാന്ന് വിളിക്കോ? അപ്പനെ കയറി അച്ഛാന്ന് വിളിക്കാമല്ലോ. തേങ്ങ മുറിഞ്ഞേ എന്തിനാണ് അതിനൊക്കെ പാടിച്ചിട്ടുണ്ട്? നോക്കാ നിങ്ങൾ കുട്ടിക്ക് കല്യാണത്തിന് പോകുമ്പോൾ എടുക്കാതെ ഡയപ്പറാണോ തലയിലിട്ടിക്കണത്? ഫോളോസ് കിട്ടി, സർപ്രൈസ് ക്രാക്കൊക്കെ കിട്ടി. ഇനിയിപ്പച്ചി മാത്രമേ ലൈക്ക് അടിച്ചാനുള്ളൂ. അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. എന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? MA ധവാൻ, അതാ ഇപ്പൊ എന്റെ പേര്. ധവാൻ സാർ എന്ന് വിളിക്കണം. പേര് മാറി ഡയപ്പർ ഇട്ട് കൊടുത്താണ് കുട്ടീനെ കല്യാണത്തിൽ കൊണ്ടണ്ട. പുളിഞ്ചോട് ഉസ്മാനോടെ തക്കാരത്തിന് പോയപ്പോഴേ ആ കുട്ടീനാണ് പുടിച്ചേർന്ന ഓർമ്മയുള്ളൂ. നാറിയിട്ട് അന്തല്ലാതെ പന്തലിൽ തന്നെ ഒഴിവാക്കിയോല്. എനിക്കറിയോ? സമയം പോകണ്ട. ഒരു പണിയില്ല. എന്റെ കുട്ടിക്ക് ഞാനല്ലാതെ വേറെ ആരാ ലേക്ക് അടിച്ചു? ഒറ്റ മിനിറ്റ്. ഞാൻ ചിലപ്പോ ലേക്ക് അടിച്ചുമ്പോളേ നല്ല ഒച്ചയാ. ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല അടിമുടി മാറി. ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്. അതെനിക്ക് കുറച്ചല്ല. താഴേക്കിടയിലുള്ള ഒരു തൊഴിൽ. ഇതതിനാ ഡയപ്പർ അല്ലത് ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ്. ബബാ എന്നാണ് ഇതിന്റെ പേര്. അതിനത് ലീക്ക് ആവില്ല. കുട്ടികൾക്കല്ല കംഫർട്ട് വേണേ. എന്തോലൊക്കെയാണല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ പൊളിച്ചു നോക്കിയാണെന്ന് അറിഞ്ഞോളൂ. അപ്പൊ കുൽസ് കേട്ട വേറെ എന്തെങ്കിലും വിചാരിച്ചു. ഇത്രത്തോളം ആൾക്കാരെ അടിയിൽ ഞാൻ ഫേമസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പാന്റെ പട്ടി അല്ല ഇപ്പച്ചിന്റെ കുട്ടി എന്താ ചെയ്തു കാണിച്ചെന്നാ പിന്നെ എന്റെ സെലിബ്രേറ്റ് മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ബാറ്റിംഗ് തുടങ്ങി. നോക്കാൻ എന്നെ കൊണ്ടാവില്ല. അതിന് ഈ ഡയപ്പറും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരു മഞ്ഞ വരണ്ടേ, അത് ബ്ലൂ വര എത്തിക്കഴിഞ്ഞാല് നിറഞ്ഞിക്കണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മാറ്റി കൊടുക്കേ. എന്നിട്ട് എന്ത് അതാ സ്റ്റെപ്പ് കൊടുക്കാൻ മറന്നു. എനിക്ക് ലൈക്ക് അടിച്ചണ്ടേ? പെട്ടെന്ന് അടിച്ച് ടൈമില്ല. അതിനല്ല ആൾക്കാർ ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടുന്നല്ല. ഇന്റെ അടുത്ത് പൈസ അങ്ങനാണല്ലോ. ഇത് ഞാൻ അറിയാതെ ഓർഡർ ചെയ്തേ. അതിനിപ്പച്ചി ഇബലെ പേജിൽ നിന്ന് ആദ്യം ഓർഡർ ചെയ്യുന്ന 100 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാർ ഇവര് ഫ്രീ ആയിക്കാണ്ട് കുളുമണാലിക്ക് ഇങ്ങനെ കാത്തു നിൽക്കണ്ടേ. വൈറലായി തന്നെ വയറൊക്കെ ഞാൻ ഒരു മനുഷ്യന്റെ ഉടൽമേലാണ്. ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങക്കറിയുന്ന പോലെയല്ല. കൊണ്ടോണ്ടേ. എന്താ ഡയപ്പറിന്റെ പേര് എന്ന് പറഞ്ഞേ? ബബാ പാൻസ്. ഓന്റെ തലേന്ന് ഞാൻ ഊരിത്തരാം. ബാബാ ബാബാ തിരക്കടില്ലേ? ഗോറില്ലേ ബോളിന്റെ തലച്ചൊക്കെ ഇപ്പൊ ഗോറില്ല ട്രെൻഡ്. ആ ട്രെൻഡ് എഡിറ്റർ ഒന്നും വരി.
എന്ത് പണി? ദാണ്ട് ഒരു കുട്ടി താഴെ കിടക്കുന്നു. ആ അത് 2 മതി. യെസ്. റെഡി? വിളിച്ചോ ആ സെറ്റ് വരി തീർത്താ എന്നാ മോൾട്ടിയാ എല്ലാരും മാറ്റി ഇറങ്ങിക്കോളി. ചങ്കള നമ്മൾ ഇന്ന് പരിചയം ഇപ്പച്ചിന്റെ കുട്ടി കാട്ടിയേ എഡിറ്റിംഗ് പഠിച്ച അത്ര വലിയ പൂതി എനിക്ക്. പിന്നല്ലേ ഞങ്ങളോട് എത്ര കാലമായിട്ട് ഇങ്ങനെ പറയണേ എന്റെ ചങ്ങായിമാരൊക്കെ പോയി അവിടെ പോയിട്ടാ പഠിച്ചിക്കണത്. എവിടെ? തൃപ്പര 1 2 ിലുള്ള ഐലേൺ എഡ്യൂക്കേഷനില് അന്നെ ഞാൻ ചേർത്തു എന്ന് പറഞ്ഞാ ചേർത്തു. ആ. ഇന്ന് ജിന്റെ തല വെട്ടിക്കണ്ട കൊരങ്ങനെ മുകളിലെ കൊണ്ടച്ചേ. നാളെ ജി എവിടെ കൊണ്ടുവെക്കുന്നത് പാടച്ച തമ്പുരാൻ എന്നെ അറിയുള്ളൂ. ആ മാറ്റിക്കോ. ആ ഐലേൺ എഡ്യൂക്കേഷൻ ഇവിടെ പ്രൊവൈഡ്. ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടന്ന് പോവാൻ? അയ്യാ ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ?